നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ പാനി എന്ന കവിതയിൽ നിന്ന് ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. आओ बचत करे पानी की, पानी के महत्व पर പോസ്റ്റർ തയ്യാർ करे. ആവോ ബചത് കരെ പാനിക്ക് എന്ന് പറഞ്ഞാൽ വരൂ വെള്ളം സംരക്ഷിക്കാം എന്നാണ്. പാനിക്ക് മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പോസ്റ്റർ വരുന്നത്. അപ്പോൾ പോസ്റ്റർ വളരെ കളർഫുൾ ആണല്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് ഭംഗി തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഴുതി കൊടുത്തിട്ടുള്ള വാക്കുകൾ പഠിച്ചെടുക്കാം. അപ്പോൾ മുകളിൽ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുള്ളത് ആദ്യം വായിക്കാം. ജൽ ജീവൻ കാ ആധാര ഹെ, ജലം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓരോ അക്ഷരം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, വായിക്കും ചെയ്യുക. നിങ്ങളതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് താഴെയായിട്ട് വൈറ്റ് കളറിൽ എഴുതിയിട്ടുണ്ട് ജൽ നെഹി തു ഹം നെഹി, ജലമില്ലെങ്കിൽ നാം ഇല്ല. ജലമില്ലെങ്കിൽ എന്തില്ല, നമ്മളില്ല. ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ജൽ നെഹി തു ഹം നെഹി. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട് ജൽ നെഹി തു കൽ നെഹി, ജലമില്ലെങ്കിൽ നാളെയില്ല എന്നുള്ളതാണ്. അപ്പം ജലമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കാര്യം എഴുതിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പാനി ബച്ചായേ ജീവൻ ബച്ചായേ, വെള്ളം സംരക്ഷിക്കൂ ജീവിതം രക്ഷിക്കൂ എന്നുള്ളൊരു മെസ്സേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പാനി ഹി ജീവൻ ഹെ, വെള്ളം തന്നെയാണ് ജീവിതം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജലം സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റും. പിന്നെ പോസ്റ്റർ എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ചെറിയ വെള്ളത്തുള്ളികളുടെ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ വരയ്ക്കാൻ കഴിയുക അത് അതിൽ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇതിലുള്ള കാര്യങ്ങൾ ഓരോന്നും തെറ്റാതെ കൃത്യമായിട്ട് ഓരോ അക്ഷരം ശ്രദ്ധിച്ചിട്ട് എഴുതുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററുകളും അതേപോലെ തന്നെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇനി എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.